ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇറച്ചിക്കറിയേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേനക്കറിയുടെ റെസിപ്പിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയ ഈ ചേനക്കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. തേങ്ങയോ തേങ്ങാപ്പാലോ കാഷ്നട്ടോ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1/2 കിലോ ചേന അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒരു ക്യൂബ് സൈസിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 4 സവോള ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ആദ്യമേ തന്നെ നമുക്ക് ഈ ചേനയൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ചേന ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചേന നല്ല പോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നതിന്. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് എടുക്കും ഒന്ന് വെന്ത് വരാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ഞാനിവിടെ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, തക്കാളി ഒരു മിക്സിയുടെ ജാറിലോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം. നമ്മളിതെല്ലാം ചെയ്ത സമയം കൊണ്ട് നമ്മുടെ ചേന ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ചേന നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ വെന്ത് വരണം. നമുക്ക് വെന്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ലപോലെ വെന്ത് ഒന്ന് ഉടയുന്ന പരുവത്തിൽ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ ചേനയൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ വേവിച്ച ചേന ആ പാത്രത്തിൽ നിന്നും ചട്ടിയിൽ നിന്നും ഒന്ന് കോരി മാറ്റി വേറൊരു പാത്രത്തിലോട്ട് വെക്കുന്നുണ്ട്. ഇനി അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ കറി തയ്യാറാക്കുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 പീസ് കറുവാപ്പട്ട, 2 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പു, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, വലിയ ജീരകവും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ എല്ലാ ഭാഗത്തോട്ടും ആകാൻ പാകത്തിന് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പെരിഞ്ചീരകം ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് സമയം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 4 സവോള അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവോള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. കുറച്ചും കൂടി സ്പീഡിൽ വഴന്ന് കിട്ടാനായിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് സവോളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി സോഫ്റ്റായി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോള നല്ല പോലെ പച്ചമണം മാറി സോഫ്റ്റായി വരുന്നിടം വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുത്താൽ മതിയാകും. ഇപ്പോൾ സവോളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ല പോലെ സോഫ്റ്റായി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ കാശ്മീരി മുളക് പൊടിയുടെയും എരിവുള്ള മുളക് പൊടി ചേർത്തതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ വേണം നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റി മാറ്റിയെടുക്കണം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പാകത്തിനുള്ള ഒരു എരിവ് മാത്രമാണ്. ഇനി ഇത് നല്ല പോലെ പച്ചമണം മാറി ഞാൻ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന പരുവത്തിൽ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തക്കാളിയുടെ ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്.
ഇനി തക്കാളി കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി തക്കാളിയുടെ കൂടി പച്ചമണം മാറി നല്ല പോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നല്ല പോലെ ഒന്ന് വഴറ്റി മിക്സാക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം നല്ല പോലെ എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതുപോലെ മസാലക്കൂട്ട് നല്ല പോലെ വഴറ്റി ഉണ്ടാക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കുത്തല് ചൊവയായിരിക്കും കറിക്കുണ്ടാവുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാനൊന്ന് തുറന്ന് 2 പ്രാവശ്യം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പോലെ വഴന്ന് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചേന കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് എത്ര കുറുകിയ ചാറ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് വീണ്ടും കുറച്ചും കൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചേനക്കറി ആയതുകൊണ്ട് ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. ഇപ്പം ഞാൻ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഏകദേശം ഞാൻ ഇതിലോട്ട് ഒരു 1.5 തൊട്ട് 1.25 കപ്പ് വെള്ളം വരെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേന നല്ല പോലെ വെന്തിട്ടുണ്ട്. ഒത്തിരി കുത്തി ഇളക്കരുത്, അപ്പോൾ ഉടഞ്ഞു പോകും. ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇത് അടച്ചു വെക്കണം. അതിന് മുമ്പായിട്ട് ഇതിലോട്ട് 2 ചെറു കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇത്തിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കിട്ടേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം നമ്മൾ മസാല നല്ല പോലെ വഴറ്റിയെടുത്തതാണ്, അതുപോലെ ചേനയും നല്ല പോലെ വേവിച്ചെടുത്തതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സായി വെന്ത് കിട്ടുന്നതിന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് തിളച്ചതാ ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടിയ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയ ഉള്ളിയും കടുകും കൂടി ഒന്ന് താളിച്ച് ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് താളിച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടുക. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് തുറന്നെടുത്തതാണ്. കണ്ടോ, നല്ല കുറുകിയ ചാറോടുകൂടിയ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണിത് തയ്യാറാക്കിയെടുക്കാനും, അതുപോലെ ഇതിൻ്റെ ടേസ്റ്റും വളരെ നല്ലതാണ്. ഇതിൽ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുകയോ കാഷ്നട്ടോ ഒന്നും ചേർത്തിട്ടില്ല എങ്കിലും നല്ല കുറുകിയ ചാറുള്ള ഈ ചേനക്കറി ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്